വിരാട് സ്വരൂപത്തിന് കണ്ണുകൾ പ്രകടമായപ്പോൾ സൂര്യദേവൻ ദൃശ്യങ്ങളെ കാണുവാനുള്ള തൻ്റെ ശക്തി അതിൽ സന്നിവേശിപ്പിച്ചു. അങ്ങനെ കാഴ്ചയുടെ മൂലശക്തിയായി സൂര്യൻ പ്രവർത്തിക്കുന്നു. പിന്നെ വിരാട്ടിന് ചർമ്മം പ്രകടമായപ്പോൾ വായുദേവൻ അതിലേക്ക് ആവേശിച്ചു. അങ്ങനെ ചർമ്മത്തിന് സ്പർശനങ്ങളെ ഗ്രഹിക്കാനുള്ള കഴിവ് സിദ്ധിച്ചു. തുടർന്ന് വിരാട്ടിന് കാതുകൾ പ്രകടമായപ്പോൾ ദിഗ്ദേവതകൾ ശ്രവിക്കാനുള്ള ശക്തിയായി അതിൽ ഭവിച്ചു. അങ്ങനെ കാതുകളിലൂടെ ഈ വെഷ്ടിജീവൻ ശബ്ദങ്ങളെ ഗ്രഹിക്കുന്നു. വിരാട്ടിൻ്റെ ത്വക്കിലേക്ക് വനസ്പതികളെന്ന ദേവതകൾ രോമങ്ങളായി ആവേശിച്ച് ജീവന് ചൊറിച്ചിൽ ഗ്രഹിക്കാനുള്ള കഴിവ് ആസ്പദമാക്കി കൊടുത്തു. പിന്നീട് വിരാട്ടിന് ലിംഗം പ്രകടമായപ്പോൾ അതിൽ പ്രജാപതി രേതസ് എന്ന ശക്തിയെ നിക്ഷേപിച്ചു. അതിലൂടെ ഈ ജീവൻ രതിസുഖം എന്ന ആനന്ദം ഗ്രഹിക്കുന്നു. വിരാട്ടിന് ബുധം പ്രകടമായപ്പോൾ ലോകപാലകനായ മിത്രദേവൻ പായു എന്ന ഇന്ദ്രിയ ശക്തിയെ അതിലേക്ക് ആവേശിപ്പിച്ചു. അങ്ങനെ ജീവന് വിസർജിക്കാനുള്ള ശക്തി ലഭിച്ചു. വിരാട്ടിന് വെളിപ്പെട്ടു വന്ന ബാഹുക്കളിലേക്ക് ഇന്ദ്രൻ തൻ്റെ ശക്തിയായ ആദാനപ്രധാന ശക്തി അതിലേക്ക് ആവേശിപ്പിച്ചു. അങ്ങനെ ജീവന് കൈകൾ കൊണ്ട് ജീവിതവൃത്തികൾ ചെയ്യാനുള്ള ശക്തികൾ ലഭിക്കുന്നു. വിരാട് സ്വരൂപന് പാദങ്ങൾ പ്രകടമായപ്പോൾ വിഷ്ണു തൻ്റെ ശക്തിയായ ഗതിവിഗതികൾ അതിലേക്ക് നിക്ഷേപിച്ചു. അങ്ങനെ കാലുകൾക്ക് ഗമിക്കാനുള്ള കഴിവ് സ്വായത്തമായി. തുടർന്ന് വിരാട് സ്വരൂപത്തിന് ഭവിച്ച ബുദ്ധിയിലേക്ക് ബോധമെന്ന തൻ്റെ ശക്തി ബ്രഹ്മദേവൻ നിക്ഷേപിച്ചു. അങ്ങനെ ജീവന് തിരിച്ചറിവുകൾക്കായുള്ള കഴിവുകൾ കിട്ടി. വിരാട്ടിന് നിർഭിന്നമായ ഹൃദയത്തിലേക്ക് മനസ്സ് എന്ന തൻ്റെ ശക്തി ചന്ദ്രദേവൻ ആവേശിപ്പിച്ചു. അങ്ങനെ അതുകൊണ്ട് ഈ ജീവൻ സങ്കല്പ വികല്പ ശക്തികളെ ഉൾക്കൊള്ളുന്നു. വിരാട്ടിന് നിർഭിന്നമായ ഞാനെന്ന ഭാവം എന്നതിനെ ആസ്പദമാക്കി രുദ്രൻ പ്രവൃത്തികൾ ചെയ്യുക എന്ന തൻ്റെ കഴിവോടെ അതിലാവേശിച്ചു. അങ്ങനെ ജീവൻ ക്രിയാത്മകങ്ങളായ പ്രവൃത്തികൾ ചെയ്യുന്നു. വിരാട് സ്വരൂപന് നിർഭിന്നമായ സത്വം എന്നതിനെ ആസ്പദമാക്കി ബ്രഹ്മാവ് ചേതനയാവുന്ന ശക്തിയോടെ അതിൽ ആവേശിച്ചതിനാൽ ജീവന് വിശേഷ ജ്ഞാനങ്ങൾ കൈവരുന്നു. വിരാട് സ്വരൂപൻ്റെ ശീർഷണത്തിൽ നിന്ന് സ്വർലോകവും പാദങ്ങളിൽ നിന്ന് ഭൂലോകവും നാഭിയിൽ നിന്ന് അന്തരീക്ഷ ലോകവും ഉത്ഭവിച്ചു. അവയിൽ നിന്ന് ഗുണങ്ങളുടെ വിനിയോഗങ്ങൾക്കായി ദേവാദികളായ വ്യഷ്ടിജീവന്മാർ ഉടലെടുക്കുന്നു. അതിൽ സത്വഗുണം അധികരിച്ചവരിൽ നിന്ന് സ്വർലോകത്തിലേക്ക് ദേവന്മാരും രജോഗുണ പ്രധാനികളായ മനുഷ്യരും മൃഗങ്ങളും ഭൂലോകത്തിനെയും പ്രാപിക്കുന്നു. മൂന്നാമത്തെ ഗുണമായ തമോ ഗുണത്തെ അധികരിച്ചവരിൽ നിന്ന് രുദ്രൻ്റെ പാർഷദന്മാരായ ഭൂതഗണങ്ങളുടെ സംഘങ്ങൾ സ്വർഗം ഭൂമി എന്നിവയ്ക്കിടയിലുള്ള അന്തരീക്ഷ ലോകത്തെ പ്രാപിച്ചവരായി ഭവിക്കുന്നു. അല്ലയോ കൗരവോത്തമ, വിരാട് പുരുഷന്റെ മുഖത്തിൽ നിന്ന് വേദം അഥവാ പരമമായ ബ്രഹ്മജ്ഞാനം പ്രകടമായി വന്നപ്പോൾ അവയെ അധ്യാപനം ചെയ്യുന്നവരായി ആര് ഭവിച്ചുവോ അവർ വർണ്ണങ്ങളിൽ മുഖ്യരും ഗുരുക്കന്മാരുമായ ബ്രാഹ്മണരായി ഭവിച്ചു. വിരാട് സ്വരൂപന്റെ ബാഹുക്കളിൽ നിന്ന് പരിപാലന ധർമ്മത്തെ അനുസരിക്കുന്നവരായി ആര് ഭവിച്ചുവോ അവർ ക്ഷത്രിയരായി. എല്ലാറ്റിനെയും നേരിടാനായി ജാതരായ അവർ അക്രമങ്ങളിൽ നിന്ന് എല്ലാ വർണ്ണങ്ങളെയും സംരക്ഷിക്കുന്നു. ആ വിഭുവിൻ്റെ തുടകളിൽ നിന്ന് ലോകവൃത്തികൾ പ്രകടമായപ്പോൾ അവയെ പരിപാലിക്കുന്നവരായി ആര് ഭവിച്ചുവോ അവർ വർണ്ണങ്ങളിൽ വൈശ്യസ്ഥാനത്തായി ഭവിച്ചു. അവർ മൂലം ജനങ്ങൾക്ക് ഉപജീവന ദ്രവ്യങ്ങൾ ലഭിക്കുന്നു. വിരാട് പുരുഷന്റെ പാദങ്ങളിൽ നിന്ന് ധാർമ്മിക കർമ്മങ്ങളായി സേവനവൃത്തികൾ പ്രകടമായപ്പോൾ അവയെ പരിപാലിക്കുന്നവരായി ഭവിച്ചവർ വർണ്ണങ്ങളിൽ ശൂദ്രനായി ആദ്യമുണ്ടായി. അവരുടെ സേവനവൃത്തിയിൽ സർവേശ്വരൻ എപ്പോഴും സന്തോഷിക്കുന്നു. ഈ 4 വിധ വർണ്ണങ്ങളിലുള്ളവർ തങ്ങളുടെ സഹജമായ കർമ്മവൃത്തികൾ കൊണ്ട് തങ്ങൾക്ക് ജന്മം നൽകിയ സർവേശ്വരനെ ആത്മവിശുദ്ധിക്കായി തങ്ങൾക്കുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് സ്വധർമ്മം പാലിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലയോ വിതുരരെ, ദൈവം, കർമ്മം, ആത്മം എന്നീ ശക്തികളുടെ അഥവാ കാലം, അദൃഷ്ടം, സ്വഭാവം എന്നിവയുടെ സ്വരൂപമായ ആ മഹാശക്തിയുടെ യോഗമായയാൽ ഉടലെടുത്ത ഈ വിരാട് സ്വരൂപനെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ആർക്കാണ് കഴിയുക? എന്നിരിക്കലും മറ്റു പല വിഷയങ്ങളും പറഞ്ഞ് മലിനമായ സ്വന്തം വാക്കിനെ ശുദ്ധീകരിക്കാൻ ശ്രീഹരിയുടെ കീർത്തിയെ കേട്ടുധരിച്ചതനുസരിച്ച് എൻ്റെ ബുദ്ധിശക്തിക്ക് ആകുന്ന വിധത്തിൽ ഞാൻ പറയുന്നു എന്നു മാത്രം. ശുദ്ധമായ ശ്ലോകങ്ങളാൽ കീർത്തിയെഴുന്നവനും ശ്രേഷ്ഠനുമായ ശ്രീഹരിയുടെ ഗുണകഥകളെ മനുഷ്യരുടെ വാക്കുകൊണ്ട് വിദ്വാൻമാരാൽ വിശേഷിപ്പിക്കപ്പെട്ട കഥാമൃതത്തിൽ ഉപസംപ്രയോഗമായി കേൾക്കുന്നത് വലിയ ലാഭമായി പറഞ്ഞു വരുന്നു. അല്ലയോ വത്സ, പരമാത്മാവിൻ്റെ മഹിമ ആദികവിയായ ബ്രഹ്മദേവനിലൂടെ യോഗം കൊണ്ട് പരിപക്വമായ ബുദ്ധിയോടെ 1000 ആണ്ട് കഴിഞ്ഞിട്ടുപോലും എല്ലായിടത്തും അറിയപ്പെട്ടുവോ? ഭഗവാന്റെ ആ മായ
മായാവൈഭവമുള്ളവർക്ക് പോലും മോഹം ജനിപ്പിക്കുന്നതാണ്. എന്തെന്നാൽ പരമാത്മാവായ ശ്രീഹരി പോലും സ്വന്തം മായാഗതിയെ അറിയുന്നില്ല. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയേണ്ടതുണ്ടോ? മനസ്സിനോടുകൂടി വചനങ്ങളും അഹത്തിൻ്റെ കൂടെ രുദ്രനും മറ്റുള്ള ഇന്ദ്രിയാധിഷ്ഠിതമായ ദേവതകളും ആരെ പ്രാപിക്കാൻ കഴിയാതെ പിന്തിരിയുന്നുവോ ആ സർവേശ്വരനെ ഞാൻ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു. കാലം, കർമ്മം, സ്വഭാവം എന്നീ 3 വിധ ശക്തികളിൽ വ്യാപരിക്കുന്ന മായയിലൂടെ സർവേശ്വരൻ ഈ വിശ്വത്തെ എങ്ങനെ പ്രകാശിപ്പിച്ചു എന്നതാണ് മൈത്രേയ മുനി വിതുരർക്ക് ഇതുവരെ ഉപദേശിച്ചത്. ഓരോ ശരീരഭാഗങ്ങളും അവയുടെ പ്രവർത്തന തത്വങ്ങളും അവയ്ക്ക് ചേതനയേകുന്ന ശക്തികളും എല്ലാം ഇതിലൂടെ വിവരിക്കുന്നു. വിശ്വരചനയുടെ മാഹാത്മ്യത്തെ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ ബ്രഹ്മാവിനോ രുദ്രനോ മറ്റു ദേവതകൾക്കോ എന്തിനധികം ഭഗവാന് പോലും കഴിയില്ല എന്നാണ് മുനി പറഞ്ഞവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈശ്വര മഹിമയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനു പകരം ഭക്തിയിൽ ആറാടുകയാണ് ഉത്തമമെന്ന് മുനി ആ സർവേശ്വരനെ ഞാൻ നമസ്കരിക്കുന്നു, വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞതിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു.